മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ചിരിച്ചാൽ മാറുന്ന ദേഷ്യങ്ങളുണ്ട്, ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട്, തൊട്ടാൽ അലിയുന്ന പിണക്കങ്ങളുണ്ട്, ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കടങ്ങളുണ്ട്. പക്ഷേ ആരും ഒന്നിനും തയ്യാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. പരിഗണന കിട്ടാത്ത ഇടങ്ങളിൽ നിന്നും പരിഭവമില്ലാതെ പിൻവാങ്ങുക. സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണീരും ഒറ്റയ്ക്ക് അനുഭവിച്ച ദുഃഖങ്ങളുമാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ. ഭക്തരെ, മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അതുമതി എല്ലാം മറക്കാൻ. അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്ന് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം. നിങ്ങൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ്. ഭക്തരെ, നിങ്ങളെ തോൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർ, നിങ്ങളുടെ ജീവനേക്കാൾ ഏറെ നിങ്ങൾ സ്നേഹിക്കുന്നവർ, സമയവും കാലവും അവർക്കായി നിങ്ങൾ മാറ്റിവെക്കുന്നു. ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും. കൊഴിഞ്ഞു വീണ പൂമൊട്ടിന് വീണ്ടും വിരിയാനാകില്ല. എന്നാൽ വേരിനുറപ്പുണ്ടെങ്കിൽ പുതിയ പൂക്കൾ വീണ്ടും വിരിയും. ഇതുവരെ നഷ്ടപ്പെട്ടതൊന്നുമല്ല, ഇനിയും വരാനിരിക്കുന്ന നല്ല നാളുകളാണ് ജീവിതം. ഭക്തരെ, ആരിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷയുടെ അളവ് കൂടുമ്പോഴാണ് വേദനയുടെ ആഴമേറുന്നത്. പരിഹാസങ്ങൾ താണ്ടി ഇടയ്ക്ക് നിങ്ങൾ പിന്നിട്ട വഴികളിലൂടെ ഒരു യാത്ര പോകണം. അത് നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചവരെയും പരിഹസിച്ചവരെയും ആട്ടി പുറത്താക്കിയവരുടെയും ഓർമ്മകളിലൂടെ ആകണം. പരിഹാസങ്ങളിൽ ഒരിക്കലും തളരാതിരിക്കുക. അതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് അത് തിരിച്ചറിയാതെ പോകുന്ന നിമിഷം അത് പലർക്കുമുണ്ടാകും. അതിൻ്റെ കാരണം കണ്ടെത്താൻ നിൽക്കാതെ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. ആ സ്നേഹം തിരിച്ചറിയുന്ന നിമിഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഭക്തരെ, നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തളർത്താൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അതൊന്നും കേട്ട് തളരാൻ നിൽക്കരുത്. നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത സ്ഥലത്ത് തുടരാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കോമാളിയുടെ വേഷം മാത്രമേ അവിടെ നിങ്ങൾക്ക് ലഭിക്കൂ. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഭക്തരെ, നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ഫലം തീർച്ചയായും ഒരു ദിവസം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മയുടെ ത്രാസിനെ ഉയർത്തി നിർത്തുക. ഭക്തരെ, എല്ലാ മനുഷ്യർക്കും എത്ര ശ്രമിച്ചാലും മായ്ക്കാൻ കഴിയാത്ത ചില ഇന്നലകളുണ്ട്. ഓർക്കും തോറും മുറിവിൻ്റെ ആഴം കൂട്ടുന്ന ചില ഓർമ്മകൾ. ഏതൊരു കർമ്മവും വാക്കും അത് എത്ര നിസ്സാരമായിരുന്നാലും മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറുന്നു. ഭക്തരെ, മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖമെന്ന പുസ്തകം തുറക്കരുത്. കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്ക് ഉണ്ടാകൂ. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.